തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനും പ്രാദേശിക ശക്തികളെയും ആഗോള വൻശക്തികളെയും വെല്ലുവിളിക്കാനും ലോകമെമ്പാടുമുള്ള സൈനിക ഔട്ട്പോസ്റ്റുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കാനും വേണ്ടി ചൈന ധാരാളം പദ്ധതികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടിയും ശത്രുരാജ്യമായ ഇന്ത്യക്ക് വേണ്ടിയുമാണ് ചൈന ഇപ്പോൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈന കംബോഡിയയിലും ബംഗ്ലാദേശിലും അവരുടെ നാവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസ് നിർമ്മിക്കുകയാണ് ഇപ്പോൾ. കംബോഡിയൻ തീരദേശ നഗരമായ സിഹാനോക്വില്ലയിലെ നാവിക താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ കംബോഡിയൻ സർക്കാർ ഇത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ നാവിക താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ സൈന്യത്തിന് മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണത്. എന്നാൽ വിമാനവാഹിനി കപ്പലുകൾ നങ്കൂരമിടാൻ ശേഷിയുള്ള ഒരു വലിയ തുറമുഖമാണ് സൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണുന്നത്. റീം നാവിക താവളത്തിലെ നിർമ്മാണം നിരീക്ഷിക്കുന്ന US വാണിജ്യ ഇമേജറി കമ്പനിയായ ബ്ലാക്ക് സ്കൈ എടുത്ത സാറ്റലൈറ്റ് ഇമേജിലാണ് നാവിക കേന്ദ്രത്തിന്റെ വികസനത്തിന്റെ ദ്രുതഗതിയിലുള്ള വേഗത രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 ജൂലൈ വരെ ഒരു വലിയ ചൈനീസ് സൈനിക നാവിക കേന്ദ്രത്തിന്റെ വികസനത്തിന്റെ ദ്രുതഗതിയിലുള്ള വേഗതയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ചൈന തങ്ങളുടെ എതിരാളിയായ അമേരിക്കക്കെതിരെ മേഖലയിൽ സ്വാധീനം വിപുലീകരിക്കാൻ ഈ അടിത്തറ ഉപയോഗിക്കുമെന്ന് ഊഹാപോഹങ്ങൾ പറയുന്നു. ചൈനയുടെ ജിബൂട്ടിയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി സപ്പോർട്ട് ബേസിലെ സൈനിക താവളവും അതുപോലെ തന്നെ ഈ റീം ബേസിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇതും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. രണ്ട് പ്രധാന തുറമുഖങ്ങളും 363 മീറ്റർ നീളവും ചൈനയുടെ നാവിക ആയുധപ്പുരയിലെ ഏത് കപ്പലിനെയും താങ്ങാൻ പര്യാപ്തവുമാണ്. അതായത് ചൈനയുടെ പുതിയ 300 മീറ്റർ നീളമുള്ള ടൈപ്പ് 003 ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പലിനെ വരെ താങ്ങാൻ ഇതിന് ശേഷിയുണ്ടത്രേ. ചൈനയുടെ രണ്ടാമത്തെ വിദേശ ഔട്ട് പോസ്റ്റും തന്ത്രപരമായി പ്രാധാന്യമുള്ള ഇന്തോ പസഫിക് മേഖലയിലെ ആദ്യത്തേതുമാണ് ഈ താവളം. മറ്റൊന്ന് ചൈനയ്ക്കുള്ളത് ജിബൂട്ടിയിലാണ്. ഇത് ചൈനയ്ക്ക് വേണ്ടി അല്ല എന്നും നിലവിലെ ജിയോപൊളിറ്റിക്സ് മത്സരത്തിന്റെ സമ്മർദ്ദത്തിനും ആഘാതങ്ങൾക്കുമെതിരെ തടയാൻ കംബോഡിയ അതിന്റെ സംരക്ഷണ ശേഷി ശക്തിപ്പെടുത്താനാണ് ഇത് എന്നാണ് കംബോഡിയയുടെ വാദം. എന്നാൽ 2019 പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉദ്യോഗസ്ഥരെ നാവിക താവളത്തിൽ നിലയുറപ്പിക്കുന്നതിനുള്ള കരാറിൽ ചൈന ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ സാറ്റലൈറ്റ് ഇമേജിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും പുതിയ കെട്ടിടങ്ങളുടെ രണ്ട് ഘടനയുടെ നിർമ്മാണവും കാണിക്കുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിന് സമീപം തായ്ലൻഡ് ഉൾക്കടലിലാണ് ഈ റീം. അവിടെ ചൈന നേരത്തെ തന്നെ പരമാധികാരം അവകാശപ്പെട്ടിരുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും തങ്ങളുടെ അധികാരം അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ചൈന ശ്രമിക്കും എന്നുള്ളത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൈനയുടെ 2 കപ്പലുകൾ ഇവിടെ നങ്കൂരം വിട്ടിരുന്നു. അതായത് ലഭിച്ച സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്ന് ചൈനീസ് നാവികസേനയുടെ കോർവെറ്റ് വെൻഷാൽ എന്ന് തിരിച്ചറിഞ്ഞ 2 കപ്പലുകളിലൊന്ന് ചൈനയുടെയും മറ്റൊന്ന് ചൈനീസ് PLA നേവിയുടെയും ആയിരുന്നു. ഇതിൽ രണ്ടിലും ചൈനയുടെ പതാകകളും ഉണ്ടായിരുന്നു. ഡിസംബറിൽ ചൈനീസ് കപ്പലുകൾ ആദ്യമായി ബേസ് സന്ദർശിച്ചപ്പോൾ ഇതൊരു പതിവ് സന്ദർശനമാണെന്നാണ് കംബോഡിയൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ചൈന കംബോഡിയയിലെ റീം നേവൽ ബേസസിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് മലാക്ക കടലിടുക്ക്. ഈ മലാക്ക കടലിടുക്ക് വഴി ചൈനയ്ക്ക് അവരുടെ ഷിപ്പിംഗ് പാതകൾ ശക്തിപ്പെടുത്തുകയും വിശാലമാക്കുകയും ചെയ്യാം. അതായത് US-ഉം അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ നിർണായക ചോക്ക് പോയിന്റായി ഈ മലാക്ക കടലിടുക്ക് പ്രവർത്തിക്കും. അതായത് ഇവിടെ ഒരു ബേസ് വരികയാണെങ്കിൽ പരിമിതികളില്ലാതെ ചൈനയ്ക്ക് അവരുടെ വ്യാപാരം നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആഗോള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ബ്ലൂ വാട്ടർ നേവി സൃഷ്ടിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഈ സൗകര്യങ്ങൾ സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ഇന്തോ പസഫിക് മേഖലയിൽ ഉടനീളം ചൈനയേക്കാൾ ശക്തിയുള്ള നാവിക ശക്തിയെ നിരീക്ഷിക്കാനും ചൈനയ്ക്ക് സാധിക്കും. ഇത് PLA നാവികസേനയ്ക്ക് കൂടുതൽ സ്വയം ഭരണാധികാരവും അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എളുപ്പവുമായി തീരും. വർഷങ്ങളായി ഈ റീം നിരീക്ഷണത്തിലാണെങ്കിലും ചൈനക്കാർ നിർമ്മിച്ച മറ്റൊരു നാവിക താവളം ചൈനയുടെ നാവിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ഒരു സൗകര്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ രാജ്യമായ ബംഗ്ലാദേശിലാണ് ആ താവളം. ബംഗ്ലാദേശിൽ ചൈന നിർമ്മിച്ച ഈ അന്തർവാഹിനി താവളത്തിന്റെ ചിത്രങ്ങൾ കാണിക്കുന്നത് ഒരു ട്രൈഡോക്കിന്റെ വികസനമാണ്. അതായത് ചൈനയുടെ ഈ വർദ്ധിച്ച പ്രതിരോധ സഹകരണ ശ്രമം ചൈനയ്ക്ക് ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അന്തർവാഹിനിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു ട്രൈഡോക്കിന്റെ ചിത്രമാണ്. ഈ ട്രൈഡോക്കിന്റെ നീളം ഏകദേശം 135 മീറ്ററും വീതി 30 മീറ്ററുമാണ്. ഈ ചിത്രം പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇത് ഇന്ത്യയിൽ ചർച്ചാ വിഷയമായി. ചൈനക്കാർ അവരുടെ അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്ക് ഈ താവളം ഉപയോഗിക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ഈ താവളത്തിന്റെ സാറ്റലൈറ്റ് ഇമേജറി സൂചിപ്പിക്കുന്നത് ചൈന നാവിക താവളത്തിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു എന്നാണ്. ചൈനീസ് അന്തർവാഹിനികൾക്ക് ബംഗ്ലാദേശ് തുറമുഖത്ത് നവീകരണത്തിന് സേവനത്തിനുമായി ഡോക്ക് ചെയ്യാൻ കഴിയും എന്നും
ഇത് ചൈനയുടെ അന്തർവാഹിനി നയതന്ത്രമാണ് എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഈ ബേസ് പൂർത്തിയാകുന്നതോടെ 6 അന്തർവാഹിനികളും 8 യുദ്ധക്കപ്പലുകളും ഒരേ സമയം ഡോക്ക് ചെയ്യാൻ ഈ ബേസിൽ സാധിക്കുമത്രേ. ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമാണെന്ന് കരുതപ്പെടുന്നു. ചൈന വിദേശ സൈനിക സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ബംഗ്ലാദേശും മ്യാൻമറും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.